മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു അല്ലേ? ഞാനും മൂടിക്കെട്ടി നിന്നത് പെയ്തൊഴിഞ്ഞ പോലൊരു സുഖം മനസ്സിന്. എന്തായിത്തീരുമെന്ന് അച്ഛൻ എന്നും പേടിച്ചിരുന്നു. ഹരിയേട്ടനെ അച്ഛന് വിശ്വാസം ഉണ്ടായില്ലേ? അതുകൊണ്ട് എന്താ കാര്യം? ഒരാളും പൂർണ്ണമായിട്ടും സ്വതന്ത്രനല്ല മോളെ. എനിക്ക് ഉറപ്പായിരുന്നു. കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല. നല്ല ലെവലിലാണല്ലോ. ഒരിത്തിരി ക്ഷമിക്കണം. അപ്പൊ നമുക്ക് എന്നാ കോഴിക്കോട് പോകണ്ടേ? നാളെ കാലത്ത് പോയാലോ? അയ്യോ, നാളെയോ? ഒരു വഴക്കൊന്നും നോക്കണ്ട. നമ്മടെ പയ്യൻ നമ്മള് പോണു, ഉറപ്പിക്കുന്നു. വരവോക്ക് അതൊന്നും വേണ്ടെന്ന്. അതിന് അവനുള്ള സമയം. എന്റെ മാഷ് 24 മണിക്കൂറും പോലീസും പട്ടാളായിട്ട് ഇടപാടല്ലേ. മാഷ് ഇന്റെ കൂടെ പോന്നാ മതി. ഇവക്കൊരു ചെറിയച്ഛനുണ്ട്, ഒരമ്മാവനുണ്ട്. എല്ലാവരോടും കൂടെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അങ്ങ് വരാം. എന്ന്? അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. അവരുടെയൊക്കെ സമയവും സൗകര്യം നോക്കണമല്ലോ. പ്രസാദം കള്ളു കുടിച്ചിട്ട് തൊടാവോ? സാരില്ല, എന്റെ മോള് തരുമ്പോ. വരൂ. എന്നെ ഇപ്പോഴും പേടിയാണ്. എനിക്ക് പോണം. പോവാമല്ലോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഉള്ളു തുറന്നും സംസാരിക്കാൻ. മറ്റൊരു ഉദ്ദേശം എനിക്കില്ല. എനിക്ക് പേടിയാവുന്നു. നീ ഇത്ര പാവമായി പോയല്ലോ. മറ്റൊരു പെണ്ണിനോട് തോന്നാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നോട്. ഈ കഴുത്തിലൊരു താലി കെട്ടാതെ നിന്നെ ഞാൻ തൊടൂല. പോരെ? വാ. നീ ഒറ്റയ്ക്കാണോ? അതെ. ഒറ്റയ്ക്കാണെങ്കിൽ ആരെയാ നോക്കിയത്? ഓ, അത് ശരി. പട്ടാ പകൽ വ്യഭിചാരമാണല്ലടാ. ഇറങ്ങി വാടി. കരഞ്ഞു കാണിക്കാതെ കൂടെ ഇറങ്ങി വരാൻ. ഞങ്ങൾ കാമുകി കാമുകന്മാരാണ്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ മുറിയെടുത്തത്. അത് തികച്ചും ലീഗലാണ്. ഒരൊറ്റ ചവിട്ട് വെച്ചെന്നാണ്ടല്ലോ. പാവപ്പെട്ട പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് വകുപ്പ് റൂളും പറയുന്നോടാ. നടക്കടി. സാർ, ഇത് നമ്മുടെ കലക്ടറുടെ പെങ്ങളാണ്. എന്താടി? കലക്ടറുടെ അമ്മയാണോ? അതെ. പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം, അല്ലെങ്കിൽ പോലീസിന് പണിയാവും. എന്താ ഉണ്ടായേ? ചോദിച്ചു നോക്കൂ മോളോട്. സോറി സാർ, കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാളെ തപ്പാനാ ഹോട്ടൽ റെഡി ചെയ്തത്. പക്ഷെ കിട്ടിയത് അങ്ങയുടെ സിസ്റ്ററെയാണ്. വിനോദ് എന്നൊരു ചെറുപ്പക്കാരനുമൊത്ത്. കേസും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഭാഗ്യത്തിന് അപ്പോഴേക്കും സാറിന്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞു. ന്യൂസ് ഫ്ലാഷ് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഹോട്ടലിലെ കുറച്ചാളും നമ്മുടെ പോലീസുകാരിൽ ചിലരും അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഭയം. എനിവേ, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് സർ. കുറച്ച് വെള്ളം വേണം. കുടുംബത്തിന്റെ അഭിമാനം കളഞ്ഞതോടെ ബഹളം ഉണ്ടാക്കില്ല അമ്മേ. ഇനി നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. വലിയേട്ടൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശോഭ ചീത്തയായിട്ടില്ല.